ഖുറാനിൽ തന്നെ പറയുന്നതാണ്, അതിവിടെ വരുന്നുണ്ട് അടുത്തത്. അതെന്താണ്? ഈ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഈ പറയുന്നത്. ഓരോ ഇസ്ലാമിക് ജനറലും ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ. അടുത്തത്, നബിയെ സത്യനിഷേധികളോടും, അതായത് യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ, ഇതാണ് പറയുന്നത്. ജിഹാദ് ചെയ്യുക. ആർക്കെതിരെ? കാഫിറുകൾക്കെതിരെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ജിഹാദ്? കപട വിശ്വാസികളോടും സത്യനിഷേധികളോടും സമരം ചെയ്യുക, അവരോട് പരുഷമായിട്ട് പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. നമ്മളിത് പറയുമ്പോൾ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു സാധനമാണ്, അയൽവാസി പട്ടിണി കൊടുക്കുമ്പോൾ വയറ് നിറച്ച് ബിരിയാണി തിന്നരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം എന്നാണ് ഇവർ പറയാം. സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചില കണ്ടീഷൻസ് അപ്ലൈ ആണ്. ഇതേ ഇസ്ലാം തന്നെ പറയുന്ന സാധനമാണ്. നിങ്ങളുടെ അയൽവാസി ഒരു കാഫിറാണെന്ന് വിചാരിക്കുക, ആ കാഫിന്റെ വീട്ടിലെ വെളിച്ചം അത് നിങ്ങൾക്ക് ഹറാമാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ ചേർന്ന് പോകാൻ ചേർന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുന്ന പ്രശ്നം. അതേപോലെ ഓരോ വിഷയം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സാധനമാണ്, നിങ്ങളിങ്ങനെ നടന്നു പോകണം, ഒരു മുസ്ലിമാണ്, എതിരെ ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ നടന്നു വരികയാണ്, എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത്? ആർക്കെങ്കിലും പറയോ? നമ്മളെ ക്ലാസ്സൊക്കെ കേട്ട് പഠിച്ച ആളുകൾ സലാം പറയരുത്. അടുത്തത്, വഴി ഇടുക്കി കൊടുക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആരിഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം കാഫിർ ഫോബിയ എന്ന് പറഞ്ഞ ഒരു ടൈറ്റലിൽ ഇവരുടെ ചാനലിൽ ഇട്ട ഒരു വീഡിയോ ആണ്. ശരിക്കും ഇസ്ലാമോഫോബിയാണ് പടർത്തുന്നത്. ഇവരുടെ ഒരു ഇസ്ലാം വെറുപ്പ് ഉൽപാദന ഫാക്ടറി ആയിട്ടുള്ള ചാനലുകളാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. അപ്പോ ഇതില് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇസ്ലാം എന്നുള്ളത് ഒരു പ്രശ്നക്കാരനാണ്, അത് മറ്റു മതങ്ങൾക്ക് പ്രശ്നക്കാരനാണ് എന്നുള്ള രീതിയിൽ ആളുകൾക്കിടയിൽ ഒരു പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ നമുക്ക് എന്തായാലും വിഷയങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത് ഇയാൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നത് വരെ, അതായത് എല്ലാ മനുഷ്യരും മുസ്ലിമങ്ങളാകുന്നത് വരെ അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ ഇദ്ദേഹം അതിന് ഉപയോഗിച്ചത് ഖുർആനിലെ തന്നെ സൂറത്ത് തൗബയിലെ 73-ാമത്തെ വചനമാണ് അയാൾ റെഫറൻസ് ആയിട്ട് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാണ്. അതിൽ ആ ആയത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നത് എല്ലാവരുമായിട്ടും യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയെ അല്ല. അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ, അല്ലെങ്കിൽ അത് നമുക്ക് ത്രട്ടാണെന്ന് തോന്നുന്ന ഇവരുമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ത്രട്ടായിട്ട് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും രീതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യാം. അത് ഒരു രാജ്യ നിയമമാണ്, അത് UN അംഗീകരിച്ചതാണ്. ഇപ്പം UN ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും സൈൻ ചെയ്തത് കൊണ്ട് തന്നെ അത് UN സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അത് കരാറുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കണം ഓരോ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ആ ആയത്ത്, യാ അയ്യുഹല്ലദീന ജാഹിദുൽ കുഫാറ എന്നുള്ള ആ ആയത്താണ്. അതായത് നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നിങ്ങൾ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ, ചെന്നു തേരാനുള്ള. അതായത് ഈ സത്യനിഷേധികളായിട്ടുള്ള ആളുകളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് എല്ലാ കാണുന്ന സത്യനിഷേധികളൊക്കെ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. അത് മറ്റു പല ആയത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് അതിനെ നമുക്ക് തഫ്സീറുകൾ അങ്ങനെയാണ് അതിന് ഒരു ആയത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ തഫ്സീർ ഖുർആനിലെ തന്നെ മറ്റു ആയത്തുകളായിരിക്കും. അതുപോലെ തന്നെ ഇനി അതിന്റെ വേറെ തഫ്സീർ ഉണ്ടാവുക, അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ എന്താണ് ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത് എന്നും, അത് ഫസ്റ്റ് ഓഡിയൻസ് ആയിട്ടുള്ള സഹാബത്ത് ഈ വിഷയത്തിൽ എന്താണ് മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടാണ് ഇസ്ലാമിൽ ഈ കാര്യങ്ങൾ നമ്മൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആയത്തുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം. അപ്പൊ ഇവിടെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ഇത് സൂറത്ത് തൗബയില്, അതായത് മക്കം ഫത്തഹിന് ശേഷം നടന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബൈസന്റൈൻ യുദ്ധം, അതായത് തബൂക്ക് യുദ്ധം, അതേപോലെ തന്നെ മക്കം ഫത്തഹിന്റെ ആ സമയം, ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അവരുമായിട്ട് ഈ പറഞ്ഞ ആളുകളുമായിട്ട് കപടവിശ്വാസികൾ ഒരുപാട് ഉണ്ടായിരുന്ന ആ സന്ദർഭത്തിലാണ്, അതായത് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉള്ളിൽ നിന്നുകൊണ്ട് കുത്തുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
അതാണ് ഈ കപട വിശ്വാസികൾ എന്നുള്ളത്. അതെല്ലാവർക്കും അറിയുന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജില് നമുക്ക് കാണാൻ കഴിയും, ആദ്യമായിട്ട് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? യുദ്ധം ചെയ്യുന്നതിന് വെറുതെ ആരെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ അവനായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ലല്ലോ. ഖുർആനിൽ തന്നെ ഇതിന് വിശദീകരണമായിട്ട് ഖുർആനിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് എന്താണ്? യുദ്ധത്തിന് ഇരയാകുന്നവർക്ക് അവർ മർദ്ദിതനായതിനാൽ തിരിച്ചടിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. ഇനി അടുത്ത ആയത്ത് 40-ാമത്തെ ആയത്ത്, സൂറത്ത് ഹജ്ജ് 22-ാമത്തെ അധ്യായത്തില് 40-ാമത്തെ ആയത്ത്. യാതൊരു ന്യായവും കൂടാതെ തങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിന്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരത്രേ അവർ. മനുഷ്യർ ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നെങ്കിൽ സന്യാസി മഠങ്ങളും അതേപോലെ തന്നെ ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിന്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവർ ആരോ അവരെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപവാനും തന്നെയാകുന്നു, പ്രതാപിയും തന്നെയാകുന്നു. ഇതാണ് ആയത്ത്. അതായത് ഇവിടെ മർദ്ദിത ആണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഈ സൂറത്ത് മുൻതാന എടുത്തു കഴിഞ്ഞാൽ അതിലെ 8-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, തങ്ങളുടെ ഭവനങ്ങളിൽ പുറത്താക്കുന്നവരും തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളുമായിട്ട് മാത്രമാണ് നിങ്ങൾ അവരോട് നന്മ കൽപ്പിക്കരുത് എന്ന് നന്മ ചെയ്യേണ്ടതില്ല. അതല്ലാത്ത ആളുകൾ, പുറത്താക്കാത്തവരും തങ്ങളോട് നല്ല രീതിയിൽ നിൽക്കുന്നവരോടും എന്ത് ചെയ്യാം? നന്മ ചെയ്യാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായില്ല എന്നാണ്. പിന്നെ ഇനി അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? മതത്തിലെ യാതൊരു ബലാത്കാരവും ഇല്ല എന്നുള്ളത് കൃത്യമായി സൂറത്ത് ബഖറയിൽ 256-ാമത്തെ വചനം, അതേപോലെ തന്നെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് വിശ്വാസികളാക്കാൻ കഴിയില്ല എന്ന് ഖുർആനിലെ എത്രയോ പ്രാവശ്യം പല ഇതേ ആശയം വരുന്ന പല ആയത്തുകളും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ നിർബന്ധപരമായിട്ട് പിടിച്ചു വലിച്ച് അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവന്ന് വന്ന ഏതെങ്കിലും ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സംഭവം ഇയാള് പറയണം എന്ന് അത് കാണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. അതാ ഈ ആയത്ത് പ്രകാരം ഇങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, അങ്ങനെ ഇത്രയും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ കാലത്ത് അവരാണല്ലോ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നു. പ്രവാചകനും അതേപോലെ തന്നെ സഹാബത്തുമാണല്ലോ. അപ്പോ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമിൽ യുദ്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? ഒന്ന് പ്രതിരോധമാണ്, സെൽഫ് ഡിഫൻസ് ആണ്. രണ്ടാമത്തെ അടിച്ചമർത്തപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുക? സഹായിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ കാണാൻ കഴിയാൻ സന്ധികളും കരാറുകളും ലംഘിക്കപ്പെടുമ്പോൾ ഇപ്പൊ നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു കരാറുകളുണ്ട്, അത് ലംഘിക്കപ്പെടുമ്പോൾ എന്താവും? അത് യുദ്ധത്തിലേക്കും മറ്റും പോകും. അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ഇതൊക്കെ രാജ്യങ്ങൾ ചെയ്യേണ്ട ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയാം പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിലെ ജീവിതം. അതായത് 13 വർഷത്തോളം പ്രവാചകൻ അവിടെ ജീവിച്ചു. അവിടെ ഒരു ആരുമായിട്ടോ ഒന്നും ഒരു പ്രശ്നമോ ഒരു യുദ്ധവുമായിട്ട് രീതിയിൽ അവരെ അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നല്ലാതെ അവരങ്ങോട്ടൊരു യുദ്ധം എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളും എന്നുള്ള രീതിയിൽ ഉണ്ടായി എന്നുള്ളതല്ലാതെ അവിടെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ടതും അതേപോലെ തന്നെ മരണപ്പെട്ടതും വിശ്വാസികളായി എന്നതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അതേ സ്ഥാനത്ത് മദീനത്തിലെത്തി അവിടെ ഒരു രാഷ്ട്ര നേതാവായി പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത് ഞാൻ നേരത്തെ വെച്ചാൽ സൂറത്ത് ഹജ്ജിലെ ആയത്ത്. അതായത് മർദ്ദിതരായതിനാൽ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനാലും അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധത്തിനുള്ള അനുമതി ഇതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. ഇപ്പൊ ഇയാൾ വായിച്ച ആയത്ത് തന്നെ അതിൽ ഇസ്ലാം മൊത്തത്തില് വ്യാപിക്കുന്നത് വരെ അല്ലെങ്കിൽ മൊത്തം ഇസ്ലാം ആവുന്നത് വരെ എന്നൊന്നും ഇവിടെ കിട്ടില്ല. അങ്ങനെ ഒരു ആയത്തും ഇല്ല, അങ്ങനെ ഒരു സംഭവം കിട്ടില്ല, അങ്ങനെ ഒരു ഹദീസും ഇയാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കണം? പ്രവാചകന്റെ കാലശേഷം തന്നെ ഇസ്ലാം ശക്തിപ്പെടുകയും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും യുദ്ധം ചെയ്തുകൊണ്ടല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ
ഇന്ത്യയിലേക്ക് തന്നെ മാലിക് ദിനാരും കൂട്ടരും വന്ന ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇവിടെ കച്ചവടങ്ങളൊക്കെ ചെയ്ത് സ്വയം ജീവിച്ച് കാണിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് മാലിക് ദിനാറും കൂട്ടരും വന്ന സമയത്ത് അവര് ഇവിടെ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഉച്ച വരെ കച്ചവടം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കട അടയ്ക്കും. എന്താ കാരണം? അവർ കച്ചവടം ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല കച്ചവടം ഉണ്ടാവും. അവര് കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായിട്ട് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷം കൂട്ടിയിടും. കാരണം എന്താ? അടുത്തുള്ളവനും കച്ചവടം കിട്ടണം, അത് മറ്റു വിശ്വാസികളുമാണ് കിട്ടാൻ. എന്നിട്ടും ഉച്ചയ്ക്ക് ശേഷം ആ കച്ചവടം നമ്മളിപ്പോ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ നമ്മൾ കാണുന്നത്? നല്ല കച്ചവടം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ആള് തുറന്നിടുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് പല സ്ഥലങ്ങളിലും ഇസ്ലാം വ്യാപിച്ചിട്ടുള്ളത്, ഇന്നും വ്യാപിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റിലീജിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത് എന്നുള്ള, ഒരു വാള് പിടിച്ചിട്ടോ അല്ലെങ്കിൽ തോക്ക് കാണിച്ചിട്ടോ ഒന്നല്ല ഇസ്ലാം വ്യാപിക്കുന്നത് എന്നുള്ളത് കൂടി ഇദ്ദേഹം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ വിഷയത്തിൽ. അടുത്ത ആരെങ്കിലും പ്രതികരിച്ചിട്ട് ശേഷം അടുത്ത വിഷയത്തിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിലൊക്കെ നമ്മൾ എടുക്കേണ്ട നിലപാട് എങ്ങനെയാണ്? ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഒരു ആയത്ത് ഇറക്കി, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് സർട്ടിഫൈ ചെയ്യാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണെന്ന് ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? സ്വന്തം ഭാര്യയായിട്ടുള്ള ഊണിലും ഉറക്കത്തിലും ഒരുമിച്ചുള്ള സഹധർമ്മിണിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനാണെന്ന്. ആ ഖുർആനായിട്ടുള്ള, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ യൻതിഖു അനിൽ ഹവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം എന്ത് ചെയ്യില്ല, ഹവയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യുകയില്ല, പ്രവർത്തിക്കുകയില്ല, സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹിയുൽ യൂഹ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊക്കെ അഫ്ആലുകളുണ്ടോ, ഏതൊക്കെ പ്രവർത്തികളുണ്ടോ, അതൊക്കെ എന്താണ്? അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുഫാറുകളായിട്ട് മുആമലാത്തുകൾ, കച്ചവട ബന്ധങ്ങളും അതേപോലെ തന്നെ ക്രയവിക്രയങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും. അവരോട് ഈ രീതിയിൽ പരിശത കാണിക്കേണ്ടടുത്ത് പരിശത കാണിക്കുകയും സൗമ്യത കാണിക്കേണ്ടടുത്ത് സൗമ്യത കാണിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ മാത്രമല്ല, മദീന കാലഘട്ടത്തിൽ യഹൂദരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സന്ധി വരുന്നുണ്ട്. അവരുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ട്. അവസാന കാലത്ത് വരെ അവരിൽ നിന്ന് കടം മേടിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. റിബ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയിട്ടുള്ളത്. എന്ത്? കച്ചവടം ഹലാലാക്കി, റിബ ഹറാമാക്കി. റിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ ഹറാമാക്കുകയും ചെയ്തു ഈ ഉമ്മത്തിന്. അപ്പോൾ റിബ വരാത്ത എല്ലാ കച്ചവടവും, അതായത് പലിശ വരാത്ത എല്ലാ രീതിയിലുള്ള കച്ചവടം, റിബ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രയവിക്രയം നടത്തുമ്പോൾ അതിൽ കൂടുതൽ സംഭവിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമല്ലാത്ത എല്ലാ രീതിയിലുള്ള കച്ചവടം അള്ളാഹുവിന്റെ റസൂല് ഹലാലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആയത്തിനടക്കം നമ്മൾ എങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഇവിടെ നടത്തുന്ന പൊള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ മുസ്ലിമിന്റെ കാഫറിന്റെ വീട്ടില് ബൾബ് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചം കൊള്ളാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ വളരെ വിഷലിപ്തമായിട്ട് മുസ്ലിമീങ്ങളെ സമീപിക്കാൻ നോക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തിബന്ധങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുമായിട്ട് മുആമലാത്തുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സീറയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഖുർആനും ഹദീസും പഠിക്കുന്നത്. അല്ലാതെ എന്തല്ല ഇവർ ചെയ്യുന്ന പോലെ, ഇത് ICC ചെയ്യുന്ന പോലെയാണ്. എങ്ങനെ? അതായത് ഈ ഒരു ആയത്തെടുക്കും, എന്നിട്ട് ആ ആയത്തെടുത്തിട്ട് ഇതാണ് അതിന്റെ, അവരൊരു തഫ്സീർ കൊടുക്കും, എന്നിട്ട് ആ തഫ്സീർ അത് വിശ്വസിച്ചിരിക്കണം. അതെന്താണ്? അത് എക്സ്ട്രീമിസ്റ്റ് തഫ്സീറും ആയിരിക്കും. ഏത് ആശയത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ആശയം വർദ്ധിപ്പിക്കണമെന്നും അത് പൂർണ്ണ അർത്ഥത്തിൽ ഇവിടെ നിലവിൽ വരണമെന്നും അവര് എന്ത് ചെയ്യും? അതിന് പ്രത്യാശിക്കും. അതിനിപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റ് ഉട്ടോപ്പിയയുടെ അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആശയം വ്യാപിപ്പിക്കുക, അങ്ങനെ തൊഴിലാളി വർഗത്തിനിടയിൽ എന്തുണ്ടാക്കുക? ഒരു തൊഴിലാളി വർഗ ആധിപത്യം സ്ഥാപിക്കുക. അത് പൂർണ്ണാർത്ഥത്തിലാവുമ്പോൾ ഗവൺമെന്റുകളില്ലാത്ത ഒരു രീതിയിലുള്ള അനാർക്കി സിസ്റ്റം നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏകദേശം ഒരു അനാർക്കി സിസ്റ്റം തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അത് പൂർണ്ണതയിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് അവരുടെ ആശയം എന്ത് ചെയ്യേണ്ടി വരും? അത് പ്രചരിപ്പിക്കേണ്ടി വരും. ചില സമയത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അതിനുവേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒക്ടോബർ വിപ്ലവം, അതേപോലെ തന്നെ മറ്റ് പല വിപ്ലവങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഏത് ആശയത്തിന്റെ വക്താക്കളും ചെയ്യുന്ന സംഭവമാണ്. ഇത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവിടെ യുദ്ധം ചെയ്യുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ജിഹാദ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പരിശ്രമിക്കുക. ഈ പരിശ്രമം എന്തിനാണ് പരിശ്രമിക്കേണ്ടത്?
അവരെ ഏത് ആശയത്തിലുള്ള ആൾക്കാരുടെയും അതിന്റെ അവസാനത്തെ ഇതെന്താണ്, എല്ലാ മനുഷ്യരും വിജയിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇയാൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. എന്താണ്? മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിം ആയാൽ മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒരുപാട് തവണ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. സൂറത്ത് ബയ്യിനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുശ്രിക്കുകളിലും കാഫിറുകളിലും മുശ്രിക്കുകളിലും അതേപോലെ തന്നെ യഹൂദ നസാറാക്കളിലും പെട്ട കുഫാറുകളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണത്? അവർക്ക് ഉള്ളത് എന്താണ്? നരകമാണ് എന്നുള്ള രീതിയിൽ. അതെന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട്, ഏറ്റവും വലിയ തിന്മ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ തിന്മയിൽ നിന്ന് അവരെ മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ജിഹാദ് അതെന്താണ്? അത് അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ആ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ജിഹാദിലായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നത്. നമുക്കൊന്നും മറച്ചു വെക്കാനില്ല, അത് സത്യമാണ്. അതല്ലാതെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കില്ല ആർക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കണിശത കാണിക്കുന്ന ആളുകൾ തമ്മിൽ വലിയ ശത്രുത ഉണ്ടാവും. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തോളിൽ കൈയിട്ട് നടക്കും. അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികത ഇവിടെയും കാണാൻ പറ്റും. ഇതിന്റെ ഈ അഖീദയോട്, ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദയോട് കൂറുള്ള ആളുകളോട്, അവരോട് നമുക്ക് വലാവും, അല്ലാത്തവരോട് നമുക്ക് ബറാഅത്തും ഉണ്ടാവും. ഏറ്റവും ശത്രുത കാണിക്കുന്ന ആൾക്കാരോട്, ഫിർഔനോട് നമുക്ക് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല, ഉറപ്പല്ലേ? ഫിർഔൻ എന്താ ചെയ്തത്? ഫിർഔൻ ചെയ്തത് ഈ തൗഹീദിന്റെ ആളുകളെ, ഈ ദഅവത്തിന്റെ ആളുകളെ കുറിച്ചിട്ട് ഈ ദഅവത്തിന്റെ ആളുകളെ ഒരുപാട് രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് റബ്ബ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എന്തുണ്ടാവും? ശത്രുത ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ആ ശത്രുത എല്ലാ രീതിയിലുള്ള ആശയത്തിന്റെ വക്താക്കൾക്കും ഉണ്ടാവുന്ന കാര്യമാണ്. ഏത് ആശയത്തിനാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കുക? ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ടാവുക എന്നുള്ളതില്ലേ? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരോടും അങ്ങോട്ടും ശത്രുത ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികതയാണ്. അതുപോലെയുള്ള ശത്രുതകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ശത്രുതയെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് അതെങ്ങനെ ആയിരിക്കണമെന്നും അതിന്റെ വിഷയങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ നിലനിൽക്കുന്നതിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയോ അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ ചരിത്രമോ ഇതൊന്നും കാണാതെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഉദ്ദേശം മുഴുവൻ ആളുകളെയും ആക്രമിച്ച് ഇല്ലാതാക്കി നശിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ഇസ്ലാമിൽ ജിസിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂട്ടക്കൊലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, എല്ലാവരെയും കൊന്നൊടുക്കുന്നതാണെങ്കിൽ പിന്നെ എന്തിനാ അക്കമഡേഷൻ കൊടുക്കുന്നത്? അവരുടെ സ്വത്തിനും അതേപോലെ തന്നെ അവരുടെ രക്തത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ജിസിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? കുഫാറുകളായിട്ടുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജിസിയയുടെ ഉദ്ദേശം. ആ ജിസിയയുടെ ഉദ്ദേശം പോലും ഇവർ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവർ ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ള എന്താണ്? ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നാണ്. ഇവരൊന്നാമത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഐസിസ് പോലെയുള്ള സംഘടനകൾ എന്താണ് പറയുന്നത് ഇസ്ലാമിന്റെ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള നിലപാടുകളായിട്ട് പറയുന്നത്, അത് തന്നെയാണ് ഇവർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവരെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവര് ആ ആളുകൾ എക്സ്ട്രീമിസ്റ്റുകളാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവരും എക്സ്ട്രീമിസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ രണ്ടാമതായിട്ട് അയാൾ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ചില എന്താ പറയാ, ചില നിബന്ധനകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ നിബന്ധനകൾ എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ കഴിയില്ല. എന്തായാലും എന്ത് നിബന്ധനയാണ് എന്ന് പറഞ്ഞാലാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് പറഞ്ഞു. അപ്പം ഈ അയൽവാസി എന്നുള്ളത് ഏത് അയൽവാസിയാണെങ്കിലും, അവൻ ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും, അവൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവന് ഭക്ഷണം കൊടുക്കണം. അല്ലാതെ നീ ഭക്ഷണം കഴിക്കരുത് എന്നുള്ള രീതിയിൽ വരുന്ന ഹദീസുകളുണ്ട്. അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയാം, പ്രവാചകന്റെ കാലശേഷം തന്നെ പല സഹാബത്തും, ഒരു സഹാബി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആട് കറി വെച്ചപ്പോ സമയത്ത് തങ്ങളുടെ അയൽവാസിക്ക് നീ കൊടുത്തോ, ജൂതനായ അയൽവാസിക്ക് നീ കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ആണ് ഈ ഹദീസ് പറയുന്നത്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കരുത് എന്നുള്ള രീതിയിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒരു മതമോ
ഒന്നല്ല പ്രശ്നം, അയൽവാസി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് എല്ലാ പണ്ഡിതന്മാരും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി ആവട്ടെ, ഇബ്നു ഹജർ അസ്ഖലാനി ആവട്ടെ, എല്ലാവരും ഫുആദ് ഇതില് ഇതില് മൈക്ക് വേറൊരു ആ വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പഴാ കേൾക്കണം. ഓക്കെ. ഇതില് മറ്റൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പറയുമ്പോൾ ഇവർ ചരിത്രത്തെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാണ്, പൂർണ്ണമായി ഡിലീറ്റ് ചെയ്തിട്ട് ഒരു 2025 ഫ്രെയിംവർക്കിലാണ് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ സിറിയൻ ഓർത്തഡോക്സ് സഭ നമ്മുടെ നാട്ടില് വളരെയധികം ഉള്ളൊരു സഭയാണത്, അല്ലെ? ഓർത്തഡോക്സ് സഭകള് ഈ ഈസ്റ്റേൺ സഭകളുടെ വിഷയത്തിൽ അവരെന്ത് ചെയ്തിരുന്നു? കുരിശുയുദ്ധ സമയത്ത് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നും, അവരുടെ, അതായത് വെസ്റ്റേൺ സഭകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു, ഇവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു, ഇവരെ പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു കളയുന്നു ഇവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്ത് മുസ്ലിങ്ങളുടെ കീഴിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സംരക്ഷണം കിട്ടുക എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ യുദ്ധത്തിന് മുസ്ലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആര്? ഈ പറഞ്ഞ സിറിയൻ ചർച്ചകൾ, ഷാമിന്റെ ഭാഗത്തുള്ള, അതേപോലെ തന്നെ ഈജിപ്തിന്റെ ഭാഗത്തുള്ള ആൾക്കാർ. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഈ കുരിശു പോരാളികൾ എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ കാണുന്നത് ഹെറസികളായിട്ടാണ്, പാഷാണ്ട വാദക്കാരായിട്ടാണ്, ബിദ്അത്തുകാരായിട്ടാണ്, ഒരു ഇസ്തിലാഹി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിദ്അത്തുകാരായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ ഈ വാദക്കാരെ ഇവിടെ നിലനിർത്താൻ യോഗ്യരല്ല എന്നാണ് ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ചർച്ച് വിധിച്ചിരുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ, ഈ പാഷാണ്ഡവാദക്കാരനായിട്ടുള്ള ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ റോമൻ കത്തോലിക്ക സഭ ചെയ്തിരുന്നു അവരുടെ ചുറ്റും വെടിമരുന്ന് നിറച്ച് അവരെ കത്തിച്ച് കളയാന്നുള്ള പരിപാടിയായിരുന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ള അവിടുത്തെ സഭകൾ, പ്രത്യേകിച്ച് സിറിയൻ ഓർത്തഡോക്സ് സഭ, അതേപോലെ തന്നെ ഈജിപ്തിലുള്ള സഭകൾ, ഇവര് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് കടന്നുകയറ്റം ചെയ്യുമ്പോൾ അവർക്കെതിരെ, ആർക്കെതിരെ? ഇവരുടെ വിശ്വാസ ബന്ധുക്കളായിട്ടുള്ള ക്രിസ്ത്യൻസിനെതിരെ മുസ്ലിങ്ങളോടൊപ്പം പോരാടിയിട്ടുണ്ട്. അതിനുള്ള ഒരേ ഒരു കാരണം, മുസ്ലിമീങ്ങളുടെ ബാനറിനടിയിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് സംരക്ഷണവും ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേ ഉള്ളൂ എന്നിവർ മനസ്സിലാക്കിയതാണ്. ഈ ആയത്ത് പ്രകാരമാണെങ്കിൽ ഒരു ചർച്ചും സിറിയയിൽ ഉണ്ടാവാൻ പാടില്ല. ബിലാദു ഷാമിൽ ഒരു ചർച്ചും ഉണ്ടാവാൻ പാടില്ല. ബിലാദു ഷാമിൽ എത്രയോ ചർച്ചുകളുണ്ട്. ഈ അടുത്താണ് ഗസയിലുള്ളൊരു ചർച്ചിലേക്ക് ഇസ്രായേൽ ബോംബിട്ടത്, അല്ലെ? മിസൈൽ അയച്ചത്. എങ്ങനെ അവിടെ ചർച്ച ഉണ്ടായി? ബിലാദു ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഗസ, അല്ലെ? അതേപോലെ തന്നെ ഇറാഖിന്റെ ഭാഗത്ത് ചർച്ചകൾ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടല്ലോ, അവിടെ സിനഗോഗുകളുണ്ട്, ചർച്ചുകളുണ്ട്. ഇവര് പറയുന്ന തഫ്സീറാണ് അതിനുള്ളതെന്നുണ്ടെങ്കിൽ ജിസിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ഇസ്ലാമിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അക്കമഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം കുഫാറുകളെ മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഒന്നല്ലെങ്കിൽ അവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ ഉന്മൂലനാശം നടത്തേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരുടെ കാര്യത്തിലാണ്, ഏത്തിസ്റ്റുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. 130 കോടിയോളം ആളുകളെ സ്റ്റാലിൻ മാത്രമേ കൊന്നിട്ടുണ്ടെന്നാണ് കണക്ക്. എന്തുകൊണ്ട്? അവരുടെ ആശയമായിട്ട് യോജിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്. കമ്മ്യൂണിസ്റ്റ് നാസ്തികതയുമായിട്ട് ഒത്തുചേരാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? നാസ്തികരായിട്ടുള്ള ആളുകൾ ഇത്രയും ആൾക്കാരെ കശാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നസ്രാണികളുടെ കാര്യം എടുത്താലും പറയേണ്ട ആവശ്യമല്ല. ഹിറ്റ്ലറിന്റെ ഒക്കെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇവര് മുസ്ലിമീങ്ങളുടെ മേലെ വെടിവെക്കുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവം. മുസ്ലിമീങ്ങൾ ഈ ആയത്ത് അന്നും ഓതുന്നുണ്ട്, 1400 വർഷം മുമ്പ് ഓതുന്നുണ്ട്, ഇപ്പോഴും ഓതുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അവരുമായിട്ട് കുഫാറുകളുമായിട്ടും അല്ലാത്ത ആളുകളുമായിട്ടും ഒക്കെ മുആമലാത്തുകൾ നടത്തുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങളിൽ ബറാഅത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി ബറാഅത്ത് ചെയ്യുന്നുണ്ട്, അവരോട് എതിരാവേണ്ട വിഷയത്തിൽ. അതേപോലെ തന്നെ അവരോട് യോജിക്കേണ്ട വിഷയത്തിൽ നമ്മൾ യോജിക്കുന്നുണ്ട്. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വലാഗ് കൊടുക്കേണ്ട വിഷയങ്ങളിൽ, അങ്ങനെയുള്ള ബറാഅത്ത് കൽപ്പിക്കേണ്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ ബറാഅത്ത് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുന്നുണ്ട്. അവരെ അക്കമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇവര് പറയുന്ന തഫ്സീറാണ് ഈ ആയത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ജിസിയ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഈ പറഞ്ഞ ചരിത്രം ഒന്നും ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ടവൻ, സഹോദരൻ എന്ന് വിളിക്കാൻ പോയത് അറിയാതെ വന്നു പോയതാണ്, ഈ വൃത്തികെട്ടവൻ എന്ത് ചെയ്തിട്ടില്ല? ചരിത്രം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഖുർആനും പഠിച്ചിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സീറത്തുൻ നബവിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ദൗലകളുടെ, രാഷ്ട്രങ്ങളുടെ ചരിത്രമോ ഖിലാഫത്തിന്റെ ചരിത്രമോ പഠിച്ച ഒരു മനുഷ്യന് മനസ്സിലാവും മുസ്ലിമീങ്ങൾ ഈ ആയത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് സ്വന്തം സഹധർമ്മിണി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്യാണ്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാന്ന്.
എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടായിട്ടില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊലബുൽ ജിഹാദ് ഉണ്ട്, അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യലുണ്ട്. ഷമീർക്ക പറഞ്ഞ പോലെ തന്നെയുള്ള രീതിയിൽ മാത്രമല്ല, ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ മാത്രമല്ല, നമ്മൾ ചില സാഹചര്യത്തിൽ അങ്ങോട്ട് പോയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇറാന് ഇന്നത്തെ പഴയ പേർഷ്യയെ കീഴടക്കാൻ വേണ്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു പോയപ്പോൾ അവിടെ ഖാലിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത്, ഒന്നെങ്കിൽ നിങ്ങൾ ജിസിയ തന്ന് ഞങ്ങൾക്ക് കീഴ്പ്പെടുക, അല്ലെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ അക്കമഡേഷനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. അത് അതിന് മുമ്പും കൊടുത്തിട്ടുണ്ട്, അപ്പോഴും കൊടുത്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും കൊടുത്തിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ് ആര്? ഖാലിദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ചരിത്രങ്ങളൊന്നും അറിയാത്തത് കൊണ്ട്, ഇസ്ലാമിനെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും 100% ജനീവ കൺവെൻഷനേക്കാൾ, ഈ പറഞ്ഞ UN-ന്റെ ജനീവ കൺവെൻഷൻ ചാർട്ടറിനേക്കാൾ എത്രയോ ഭേദമാണ്. എത്രയോ ഭേദമല്ല. അള്ളാഹു അള്ളാഹു ഇറക്കിയതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും യുക്തിപൂർവമായിട്ടുള്ളതും ഏറ്റവും നല്ലതും. നമ്മളെ സൃഷ്ടിച്ച 7 ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബ് അർശിന് ഉപരിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതാണ്. ലാ ശക്ക ഫീ ദാലിക്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഷമീർക്ക പറഞ്ഞോളി. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നമുക്കാണ് കൺക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. മഗ്‌രിബിന്റെ സമയം. അപ്പൊ ഇനിയിപ്പം അദ്ദേഹം പറഞ്ഞത് അയൽവാസിയായിട്ടുള്ള ഒരു കാഫിറാണെങ്കിൽ അയാളുടെ വെളിച്ചം പോലും ഹറാമാണ്. എവിടെ കണ്ടത് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഹദീസോ അങ്ങനെ ഒരു സംഭവമായിട്ടുണ്ടോ? അത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. നീ അങ്ങനെ വല്ല ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഞാനും എന്റെ പരിശോധനയിലും എവിടെയും കണ്ടിട്ടുമില്ല. ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ റെഫറൻസ് ആണ് കൊണ്ടുവരേണ്ടത്. അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരുപാട് കാലം നമ്മൾ ഈ കാലഘട്ടത്തിനുള്ളിലില്ല വലാഹു ബറായിനെ കുറിച്ചിട്ട്, കുഫാറുകളായിട്ട് മുആമലാത്തുകളെ കുറിച്ചിട്ടൊക്കെ പല ദർസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കേണ്ടതാണ്. എനിക്കറിയില്ല, ചിലപ്പോ ഉണ്ടായിട്ട് അത് തെറ്റായ രീതിയിൽ പറഞ്ഞതാവാം, അറിയില്ല. അല്ലെങ്കിൽ തന്നെ പ്രവാചകനൊക്കെ ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ സഹായിച്ചത്, ഒട്ടകവുമായിട്ട് വന്നതൊക്കെ ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരാളാണ്, കുഫാറാണുള്ള ആള്. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. പ്രവാചകൻ അവസാനം ഒരു പണയം വെച്ചത് ഒരു ജൂതന്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുമായിട്ട് ഒരു വെളിച്ചം പോലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്നും ഒരു സാധനം പോലും വാങ്ങാൻ പറ്റില്ല എന്നുള്ളതിലേക്ക് വരുമല്ലോ. അപ്പൊ അതൊക്കെ ഒരു എവിടുന്ന് കിട്ടിയെന്നുള്ള അഭാവം അല്ല, അത് കിട്ടിയാലേ അതിനെപ്പറ്റി നമുക്ക് പരിശോധിക്കാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും ഹദീസുകളിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വേറെ ഔട്ട് ഓഫ് ഇതായിട്ടുള്ള ബുക്കുകളിലാണെങ്കിൽ അത് കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് ഇയാള് റെഫറൻസ് ഒന്നും പറയില്ല, ആകെ ആയത്ത് കാണിക്കും, ആ ആയത്തുമായിട്ട് ഇയാൾക്ക് തോന്നിയ അർത്ഥം പറയും എന്നുള്ളതാണ്. പിന്നെ അവസാനം പറഞ്ഞത് ജൂതനെ കണ്ട വഴി ഇടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഹദീസാണ്. ആ ഹദീസിൽ കൃത്യമായിട്ട് അത് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവര്, അതായത് ബനു ഖുറൈളായിട്ട് ആണെന്നാണ് എന്റെ ഓർമ്മ, അവരെ ഒതുക്കുന്ന സമയത്ത്, അവരെ ഒരു രാജ്യദ്രോഹം ചെയ്ത ഒരു ടീമാണ്, അവരെ ബന്ധിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു എന്താ പറയാ, അതിനിപ്പോ എന്താ പറയാ, അവര് ഈ രാജ്യത്തിനെതിരെ നിന്ന ആളുകളാണ്. അതിപ്പോ നമ്മളിപ്പോ ഇന്ത്യയിലും ഇതേപോലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യക്കെതിരായിട്ട് മറ്റു രാജ്യത്തിനെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തിട്ട് നിൽക്കൂലല്ലോ. അവരുടെ ആ വഴി നമ്മൾ ഇടുക്കി കൊടുക്കുക എന്നുള്ള രീതി മാത്രമാണ്. അല്ലാതെ എല്ലാ ജൂതന്മാരും കാണുമ്പോൾ അത് ഇടുക്കി കൊടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ അവരൊരു സലാം പറയരുത് എന്നുള്ളതോ ഒന്നുമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ഇയാള് പൊതുവൽക്കരിച്ചിട്ട് പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് റോഡിലൂടെ പോകുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ട്രാഫിക് നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് പോലെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു സിഗ്നലിൽ നിൽക്കുകയാണെങ്കിൽ റെഡ് ലൈറ്റ് എത്തിയാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകരുത്. അതേ സ്ഥാനത്ത് ഒരു ആംബുലൻസ് വരികയാണ്, ആംബുലൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം,
ആംബുലൻസിന് പോവാം. അവിടെ വേറൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് വെച്ച് പോകുന്നത്. അപ്പോൾ ഈ ചില ഈ ഒറ്റപ്പെട്ട ഈ ഇതേപോലെയുള്ള സംഭവങ്ങൾ എടുത്തിട്ട് പൊതുവൽക്ക് ആംബുലൻസ് പോയല്ലോ അതുകൊണ്ട് എല്ലാവർക്കും പോവാലോ എന്നുള്ള ഒരു പൊതുവൽക്കരിച്ച് പറയുന്ന രീതിയാണ് ഇയാൾ പറയുന്നത് എന്നുള്ളതാണ്. ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടും അതിന് എഗൻസ്റ്റ് ആയിട്ട് അതിനെതിരായിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഇയാള് പൊതുവെ ചെയ്യാറുള്ളത്. അതാണ് ഇപ്പം ഈ വീഡിയോയിലും ഇയാൾ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുപോലുള്ള വെറുപ്പ് ഉൽപാദനം മാത്രമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോയിലെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഇതിൽ ഒരുപാട് കളവുകളാണ്. എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുകയുള്ളൂ. ഇയാളുടെ ഏതൊരു വീഡിയോയും ഈ രീതിയിലാണ് കാണാൻ കഴിയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെ ഒരുപാട് കളവുകളും ഇസ്ലാമോഫോബിയെ പരത്തുന്ന രീതിയിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ പല വീഡിയോസും ഇറക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ള സമയത്തിന്റെ പരിമിതികൾ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇതിനായിട്ട് ഇരിക്കുകയല്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇയാളുടെ പണി എന്നുള്ളതാണ്. നമുക്ക് വേറെ മറ്റ് ഉപജീവനത്തിന് മറ്റു പണി ജോലികൾക്കൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ സമയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ വീഡിയോ എടുത്തിട്ട് ഓരോ വേർഡിനും ഇയാൾക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അത് ഇസ്ലാമിന്റെ മേന്മയാണ്. കാരണം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഒരു ഖുർആൻ വചനം കൊണ്ടുവന്നാലും ഒരു ഹദീസ് കൊണ്ടുവന്നാലും ഇയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ഉന്നയിച്ചു പോയ പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ചില ആളുകൾ ഈ വിഷയത്തിൽ പഠനം മുന്നോട്ട് പോയതിനു ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അല്ലാതെ നിർബന്ധിച്ച് ആരും ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല. അതൊരിക്കലും ശരിയായ ഒരു രീതിയേ അല്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്ത പല വീഡിയോസും ഈ ചാനലിൽ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഏതെങ്കിലും തെറ്റിദ്ധാരണ വരുത്തുന്ന വല്ല വീഡിയോസും നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനലിലേക്കോ മറ്റോ അയച്ചു തന്നാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനെ പരിശോധിച്ചതിനു ശേഷം മറുപടി പറയുന്നതാണ്. അപ്പൊ നിർത്തുകയാണ്. അപ്പം എല്ലാവരും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്, അല്ലാതെ ടെററിസത്തിന്റെ മതമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.